യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1-ാമത്തെ ചോദ്യം: നിനവേ മഹാനഗരത്തിൽ ചെന്ന് എന്തു ചെയ്യാനാണ് 2-ാമത്തെ അരുളപ്പാടിൽ യഹോവ യോനായോട് പറഞ്ഞത്? ഉത്തരം: ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്ക. 2-ാമത്തെ ചോദ്യം: എത്ര ദിവസത്തെ വഴിയുള്ള മഹാനഗരമാണ് നിനവേ? ഉത്തരം: 3 ദിവസത്തെ. 3-ാമത്തെ ചോദ്യം: എത്ര ദിവസത്തെ വഴി ചെന്ന ശേഷമാണ് യോന നിനവയ്ക്കെതിരായി പ്രവചിച്ചത്? ഉത്തരം: 1 ദിവസത്തെ. 4-ാമത്തെ ചോദ്യം: യോന നിനവേയിൽ ഘോഷിച്ച് പറഞ്ഞത് എന്ത്? ഉത്തരം: ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. 5-ാമത്തെ ചോദ്യം: നിനവേ ഉന്മൂലമാകുമെന്ന് കേട്ടപ്പോൾ നിനവേക്കാർ എന്തു ചെയ്തു? ഉത്തരം: അവർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു, ചെറിയവരും വലിയവരും ഒരുപോലെ രട്ടുടുത്തു. 6-ാമത്തെ ചോദ്യം: രാജ്യം ഉന്മൂലമാകും എന്ന യഹോവയുടെ അരുളപ്പാട് കേട്ടിട്ട് നിനവേ രാജാവ് എന്തു ചെയ്തു? ഉത്തരം: സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി രട്ട് പുതച്ച് വെണ്ണീറിൽ ഇരുന്നു. 7-ാമത്തെ ചോദ്യം: ഏത് രാജാവാണ് മനുഷ്യനും മൃഗവും രട്ട് പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം എന്ന് ആജ്ഞാപിച്ചത്? ഉത്തരം: നിനവേ രാജാവ്. 8-ാമത്തെ ചോദ്യം: യഹോവ അനുതപിച്ച് നിനവേ നശിച്ചു പോകാതെ അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറേണ്ടതിന് ഓരോരുത്തൻ എന്ത് വിട്ട് മനം തിരിയണമെന്നാണ് നിനവേ രാജാവ് പറഞ്ഞത്? ഉത്തരം: താന്താൻ്റെ ദുർമാർഗവും താന്താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട്. 9-ാമത്തെ ചോദ്യം: ദൈവം നിനവേക്കാർക്ക് വരുത്തും എന്നരുളി ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് അത് വരുത്താതെ ഇരിക്കാൻ കാരണമെന്ത്? ഉത്തരം: അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടതുകൊണ്ട്. ഈ അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ ബൈബിൾ പഠനത്തിന് സഹായകരമാകുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.